കിയ റോച്ച് ടേണർ സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു പുത്തൻ പുതിയ അമേരിക്കൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് സ്റ്റിംഗ്. നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തുമൃഗങ്ങൾ ഉണ്ട് അല്ലേ? അതേപോലെ ഈ ചിത്രത്തിലെ ഒരു പെൺകുട്ടി കൗതുകം ലേശം കൂടി ഒരു ചെറിയ സ്പൈഡറിനെ ചിലന്തിയെ വളർത്താൻ തുടങ്ങി. എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല അതൊരു സാധാരണ ചിലന്തി അല്ല എന്ന്. ഓരോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ രൂപത്തിലും പെരുമാറ്റത്തിലും മാറ്റം വരാൻ തുടങ്ങി. തുടക്കത്തിൽ ഈച്ചയെ പാറ്റയെ ഒക്കെ തിന്നിരുന്ന ആ സ്പൈഡർ പിന്നീട് വിശപ്പ് മാറ്റാൻ പറ്റാതെ മൃഗങ്ങളെ എന്നല്ല മനുഷ്യരെ വരെ സാപ്പിടാൻ തുടങ്ങി. എങ്കിൽ ആ സ്പൈഡർ, ആ ചിലന്തി, അത് ആരാണ്? എവിടെ നിന്നാണ് വന്നത്? എന്താണ് ഉദ്ദേശം? പിന്നീട് സ്പൈഡറിനെ വളർത്തിയ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? ആ ഫാമിലി അപ്പാർട്ട്മെൻറ്റിൽ ഒരാളെങ്കിലും ജീവനോടെ ബാക്കിയായോ ഇല്ലയോ എന്നൊക്കെ തുടക്കം മുതൽ ത്രില്ലും ഭയപ്പെടുത്തിയും കാണിച്ചു തന്ന ഈ ചിത്രം അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഹെൽഗ എന്നൊരു മുത്തശ്ശി TV കണ്ടുകൊണ്ട് സ്വെറ്റർ സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം. മുത്തശ്ശി ഹൊറർ ഫാൻ ഗേളാണ്. കണ്ടില്ലേ സീജു വ്ളോഗ്സിൽ വീഡിയോ കാണുന്നത്? അങ്ങനെ അല്പം ഭയത്തോടെ ഹൊറർ മൂവി കാണുമ്പോൾ പെട്ടെന്ന് ചുമരിൽ നിന്നും എന്തൊക്കെയോ മൃഗത്തിൻ്റെ പോലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. വീട്ടിൽ ഒറ്റയ്ക്കുള്ള മുത്തശ്ശി ആകെ ഭയന്ന് ഉടനെ ഒരു പുസ്തകം എടുത്ത് തപ്പാൻ തുടങ്ങി. പെട്ടിക്കട മുതൽ വലിയ ഓഫീസേഴ്സിൻ്റെ നമ്പർ പോലും ആ ബുക്കിലാണുള്ളത്. എക്സ്റ്റർമിനേറ്ററിൻ്റെ നമ്പറാണ് തപ്പുന്നത്. എന്ന് വച്ചാൽ വീട്ടിൽ എന്തെങ്കിലും പാമ്പോ എലിയോ പെരിച്ചായോ ഒക്കെ കയറിയാൽ വന്ന് പിടികൂടുന്നവർ. അങ്ങനെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചപ്പോൾ ഫ്രാങ്ക് എന്നൊരുത്തൻ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. പറ മേഡം, എന്ത് സഹായ വേണ്ടത്? പെട്ടെന്ന് വാ, ചുമരിൽ എന്തോ മൃഗത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. ശരി, വല്ല എലിയോ മറ്റോ ആയിരിക്കും, ഇപ്പോൾ വരാം, പേരും അഡ്രസ്സും പറ. അത് കേട്ട് ഹെൽഗ മുത്തശ്ശി ചുമരിൽ നോക്കിയിട്ട് എൻ്റെ പേര് ഹെൽഗ എന്ന് പറഞ്ഞ് അഡ്രസ്സും ചുമരിൽ ഒട്ടിച്ചു വെച്ചത് നോക്കി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് വയസ്സായ മുത്തശ്ശിയല്ലേ, മറവിയുള്ള മുത്തശ്ശിയാണിത്. അങ്ങനെ അല്പം കഴിഞ്ഞ് ഫ്രാങ്ക് എത്തുകയാണ്. എന്നാൽ അവിടെ മറ്റൊരു കമ്പനിയുടെ എക്സ്റ്റർമിനേറ്റർ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതിനാൽ ഫ്രാങ്കിന് കലിപ്പ് കയറുകയാണ്. പിന്നെ എന്തിനാ എന്നെയും വിളിച്ചത് എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ഹെൽഗ മുത്തശ്ശിക്ക് കോൾ ചെയ്ത്, നിങ്ങളെന്താ ആളെ കോയാക്കുകയാണോ? വേറെ കമ്പനിക്കാരെ വിളിച്ചിട്ട് എന്നെ എന്തിനാ വിളിച്ചത്? അല്ല, നിങ്ങളല്ലേ കുറച്ച് ദിവസം മുൻപ് നിങ്ങളുടെ ഒരു പക്ഷിയെ എന്തോ പിടിച്ചു എന്ന് പറഞ്ഞ് കോൾ ചെയ്തത്? അതിനുശേഷം എന്തായി? അത് കേട്ട് എന്ത്, എൻ്റെ വീട്ടിൽ പക്ഷിയോ? അങ്ങനെ ഒരു പക്ഷിയെ ഞാൻ വളർത്തിയിട്ടില്ലല്ലോ. ഓഹോ, ഇത് കിളിപ്പോയ കസ്റ്റമറാണെന്ന് തോന്നുന്നു എന്ന് മനസ്സിൽ പറഞ്ഞ്, ശരി ഹെൽഗ മേഡം, പെട്ടെന്ന് ഡോർ തുറക്ക്, ഇവിടെ തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ വെന്റിലേറ്ററിൽ നിന്നും എന്തോ ദ്രാവകം ഒഴുകിയതുപോലെ കാണുന്നു. അത് കണ്ട് അതിനെ തൊട്ടുനോക്കി പശ പോലുള്ള ആ ദ്രാവകം കണ്ട് ഏതോ മൃഗത്തെ എനിക്ക് മുൻപേ വന്നവർ പിടിച്ചോണ്ട് പോയി എന്ന് മനസ്സിലാക്കി ശേഷം മുത്തശ്ശിയുടെ റൂമിൻ്റെ ഡോർ തട്ടി വിളിച്ച്, നിങ്ങൾ ബഗ് ബ്രദേഴ്സ് എന്ന കമ്പനിയെ വിളിച്ചു അല്ലേ? ഞാനാണ് ഈ ഏരിയ നോക്കുന്നത്. എന്നെ വിളിക്കുന്നതിന് മുൻപ് അവരെ വിളിച്ചത് എന്തിനാ? ആ കമ്പനി അത്ര ശരിയല്ല. അവർ ജയിലിൽ കിടന്ന ക്രിമിനൽസാണ്. അവർ നിങ്ങളെയും കൊല്ലും. അവർ എൻ്റെ അത്രയും വൃത്തിയായി പണിയെടുത്ത് തരില്ല. എനിക്കൊരു ഉള്ളിവടയും ചായയും വാങ്ങിക്കാനുള്ള പൈസ തന്നാൽ മാത്രം മതി. എലി മുതൽ പാമ്പ് വരെയുള്ള എല്ലാറ്റിനെയും ഞാൻ പിടിക്കും. അത് കേട്ട് മുത്തശ്ശി, ശരി, ഞാൻ എങ്ങനെയാ നിന്നെ സഹായിക്കേണ്ടത് എന്നൊരു ചോദ്യം. അത് കേട്ട് ഫ്രാങ്കിൻ്റെ കിളി പോവുകയാണ്. ഹെൽഗ മേഡം, നിങ്ങളല്ലേ ചുമരിൽ എന്തോ മൃഗത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്? ഞാനോ? നോ, ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് അകത്ത് നിന്നൊരു ശബ്ദം. ഇപ്പോഴാണ് മുത്തശ്ശിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ഫ്രാങ്ക് അകത്ത് കയറി അന്വേഷിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു വശത്തു നിന്നും എന്തോ വീഴുന്ന ശബ്ദം. അവിടുന്ന് എന്ന് കാണിച്ചു കൊടുക്കുകയും ഫ്രാങ്ക് പതുക്കെ ആ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി. ഡോർ തുറക്കുമ്പോൾ ഒരു പാവക്കുട്ടി. ഇനി പ്രേതം മറ്റോ ആയിരിക്കോ? നിലത്ത് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ രക്തക്കറ. ആ രക്തക്കറ വലിഞ്ഞു പോയ പോലെയുണ്ട്. അതായത് എന്തിനെയോ കൊണ്ട് വലിച്ചോണ്ട് പോയതുപോലെ. നോക്കിയാൽ ഒരു ഹെൽമെറ്റ്. അത് മറ്റൊരു എക്സ്റ്റർമിനേറ്ററിൻ്റെ ഹെൽമെറ്റാണ്. ഫ്രാങ്ക് ഭയത്തോടെ അതിലേക്ക് നോക്കുമ്പോൾ ഒരു എക്സ്റ്റർമിനേറ്റർ രക്തം ഛർദ്ദിച്ച് കിടക്കുന്നു. അത് കണ്ട് മനുഷ്യനെ കടിച്ചു കൊല്ലാൻ കഴിവുള്ള എന്തോ ഒരു ഭീകരജീവി ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കി ഫ്രാങ്ക് ഞെട്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന്
പെട്ടെന്ന് ആ ഭീകരജീവി വന്ന് ഫ്രാങ്കിനെയും ആക്രമിക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ട് മുത്തശ്ശി ഭയന്ന് നിൽക്കുമ്പോൾ ഫ്രാങ്കിനെയും വലിച്ചോണ്ട് ആ ജീവി പോവുകയും ചെയ്തു. അവനെ കൊന്നോ ഇല്ലയോ എന്നറിയില്ല. മുത്തശ്ശി കോരിത്തരിച്ച് നിൽക്കുമ്പോൾ ടി വിയിൽ ഹൊറർ മൂവി കണ്ടപ്പോൾ അവിടെ സംഭവിച്ച കാര്യം മുത്തശ്ശി മറക്കുകയും ചെയ്തു. വല്ലാത്തൊരു മറവി തന്നെ. അകത്ത് ഫ്രാങ്കിനെ ഭീകരജീവി വലിച്ചോണ്ട് പോകുമ്പോൾ ഫ്രാങ്ക് ഒച്ച വെക്കുമ്പോൾ ആ ശബ്ദം കേട്ട മുത്തശ്ശി അതാരാ ടി വി കാണുമ്പോൾ ഒച്ച ഉണ്ടാക്കുന്നത് എന്ന ഭാവത്തിൽ ഇരുന്ന്, എന്നാൽ വീണ്ടും ശബ്ദം കേട്ടപ്പോൾ അതെന്താ ആ ശബ്ദം എന്ന് ഭയന്ന് അടുത്ത എക്സ്റ്റർമിനേറ്ററിനെ കോൾ ചെയ്ത്, ഹലോ പെട്ടെന്ന് വാ, ഇവിടെ ചുമരിൽ എന്തോ മൃഗത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇങ്ങനെയാണ് മുത്തശ്ശി ഓരോരുത്തരെയും വിളിച്ചു വരുത്തുന്നതും അകത്തുള്ള ആ ഒരു ഭീകരജീവി വരുന്നവരെ പിടിച്ച് സാപ്പിടുന്നതും. എന്നാലും ആ ഭീകരജീവി ഏതായിരിക്കും? കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ആ ഒരു സംഭവം നടക്കുന്നതിന് 4 ദിവസം മുൻപ് നടന്ന കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. അന്യഗ്രഹത്തിൽ നിന്നും എന്തോ ഒരു സാധനം നേരെ വന്ന് ഭൂമിയിൽ ഹെൽഗ മുത്തശ്ശിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരൊറ്റ വീഴ്ച. എന്തോ ഒരു മുട്ടയാണത്. പെട്ടെന്നത് പൊട്ടി അതിൽ നിന്നൊരു കുട്ടി സ്പൈഡർ പുറത്തിറങ്ങി കളിപ്പാട്ടം പോലെ നിർമ്മിച്ച ചെറിയ വീട്ടിൽ കയറി നടക്കാൻ തുടങ്ങി. ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ ഗ്രില്ല് തട്ടി തുറന്ന് ഒരു ചെറിയ പെൺകുട്ടി ആ ഒരു റൂമിലേക്ക് കടന്നു വരികയാണ്. ഇവളുടെ പേര് ഷാർലറ്റ്. ഈ റൂം യഥാർത്ഥത്തിൽ ഹെൽഗ മുത്തശ്ശിയുടെ ഗുണ്ടർ എന്ന ചേച്ചിയുടെ റൂമാണ്. ഇവിടെയുള്ള ഒരു പാവക്കുട്ടിയുടെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പാവക്കുട്ടി ഉണ്ടെന്ന് മറ്റു കുട്ടികളെ കാണിച്ച് ഒന്ന് ആളാവാൻ നോക്കുകയാണ്. അന്നേരം പെട്ടെന്ന് അവളുടെ കയ്യിൽ ദേ വന്നിരിക്കുന്നു ആ കുട്ടി സ്പൈഡർ. അത് അവളുടെ കയ്യിൽ നിൽക്കുന്നത് കാണുമ്പോൾ ആഹാ ഇത് കൊള്ളാലോ എന്നൊരു മനോഭാവത്തിൽ അവിടെയുള്ള ഒരു തീപ്പെട്ടി എടുത്ത് അതിലേക്ക് സ്പൈഡറിനെ ഇട്ട് അടച്ചു നിൽക്കുമ്പോൾ ഹെൽഗ മുത്തശ്ശിയുടെ ചേച്ചി വരാൻ തുടങ്ങി. അത് മനസ്സിലാക്കിയ ഷാർലറ്റ് പെട്ടെന്ന് സ്പൈഡറിനെയും എടുത്ത് വെന്റിലേറ്റർ വഴി അവളുടെ റൂമിലേക്ക് ധൃതിയിൽ പോവാൻ തുടങ്ങി. ഗുണ്ടർ മുത്തശ്ശി വന്ന് നോക്കുമ്പോൾ വിൻഡോയിൽ ഒരു തുള കാണുകയാണ്. ഇതാരാ കല്ലെറിഞ്ഞ് തകർത്തത്? ഇത് അവൾ തന്നെയായിരിക്കും ആ ഷാർലറ്റ് എന്ന് പൊലമ്പിക്കൊണ്ട് ഗുണ്ടർ മുത്തശ്ശി അവിടുന്ന് പോവുകയാണ്. യഥാർത്ഥത്തിൽ അത് അന്യഗ്രഹത്തിൽ നിന്നും സ്പൈഡറിൻ്റെ മുട്ട വന്നു വീണപ്പോൾ ഉണ്ടായ തുളയാണിത്. ഷാർലറ്റ് വെന്റിലേറ്റർ വഴി അവളുടെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഓരോ റൂമും ശ്രദ്ധിച്ച് ശബ്ദമുണ്ടാക്കാതെ പോവുകയാണ്. ഗുണ്ടർ മുത്തശ്ശി നേരെ ഷാർലറ്റിൻ്റെ അച്ഛനായ ഏദൻ്റെ അടുത്ത് പോയി, എടാ നിന്റെ മകളെ അടക്കി നിർത്താൻ നിനക്ക് പറ്റുന്നില്ലേ? എൻ്റെ റൂമിലെല്ലാം തകർത്തിട്ടാണ് അവൾ പോയത്. മര്യാദയ്ക്ക് അതൊക്കെ ശരിയാക്കി വെക്ക്. അത് കേട്ട് എൻ്റെ മോളോ? ഷാർലറ്റ് അങ്ങനെ ഒന്നും ചെയ്യില്ല. അവൾ വളരെ നല്ല കുട്ടിയാണ്. എനിക്ക് ജനാല ശരിയാക്കാനൊന്നും സമയമില്ല എന്ന് ഏദൻ പറയുമ്പോൾ, നിനക്ക് അതിന് മാത്രം തിരക്ക് എന്താ? ചിത്രം വരക്കുന്നതാണോ നിന്റെ തിരക്ക്? അതേപോലെ നീ വാടക തരാതെ ഓസിക്ക് താമസിക്കുന്നതല്ലേ? അയ്യോ ഞാൻ നിങ്ങളുടെ ഫാമിലി തന്നെയല്ലേ. എൻ്റെ ഫാമിലിയോ? നീ ഞങ്ങളുടെ ഫാമിലിയേ അല്ല. എനിക്ക് നിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗുണ്ടർ മുത്തശ്ശി പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇയാളുടെ ഭാര്യയുടെ അമ്മയാണ് ഹെൽഗ മുത്തശ്ശി. ഹെൽഗയുടെ ചേച്ചിയാണല്ലോ ഈ ഗുണ്ടർ മുത്തശ്ശി. ഇവരെല്ലാം ഒരേ ഫാമിലിയാണ്. ഏദൻ നേരെ ഷാർലറ്റിന്റെ റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കെ ആ ഒരു ഗ്യാപ്പിൽ ഷാർലറ്റ് വെന്റിലേറ്റർ വഴി റൂമിൽ എത്തി തീപ്പെട്ടി തുറന്ന് സ്പൈഡറിനെ ഒരു കുപ്പി ജാറിലേക്ക് ഇട്ട് മൂടി വെക്കുകയും ചെയ്തു. റൂമിലെത്തിയ ഏദൻ, മോളെ നീയാണോ ഗുണ്ടർ മുത്തശ്ശിയുടെ റൂമിൽ പോയിട്ട് അവിടെ നാശമാക്കിയത്? ഞാനോ? ഞാൻ അവിടെ പോയില്ല. ഞാൻ പോയിട്ട് പാവക്കുട്ടിയുടെ ഫോട്ടോ ഒന്നും എടുത്തില്ല. അത് കേട്ട്, ഓഹോ ഞാനിപ്പോൾ പാവക്കുട്ടിയുടെ കാര്യം ചോദിച്ചില്ലല്ലോ. ശരി ഇനിമേലാൽ അവിടെ നീ പോകരുത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ. ഏദൻ ഒരു കോമിക് ബുക്സിന് ചിത്രം വരച്ചു കൊടുക്കലാണ് ജോലി. അതിനാൽ ഫോണിൽ ഓഫീസിലെ മാനേജറിനോട് കോമിക് ബുക്കിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഷാർലറ്റ് കുപ്പിയിലിട്ട സ്പൈഡറിൻ്റെ ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ അപ്ലോഡ് ചെയ്ത്, ഇതെൻ്റെ പുതിയ പെറ്റാണ്, ഇതിൻ്റെ പേര് സ്റ്റിങ് എന്നാണ് എന്നൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യുകയാണ്. അന്നേരം ഷാർലറ്റിൻ്റെ അമ്മ വിളിച്ച്, എടി നിന്റെ അനിയൻ കുട്ടനെ ശ്രദ്ധിക്കണേ, എനിക്ക് ഓഫീസിൽ ഒരുപാട് തിരക്കുണ്ട്, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവൂ എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. അമ്മയുടെ പേര് ഹീദർ. അല്പം കഴിഞ്ഞ് ഷാർലറ്റ് അവളുടെ റൂമിൽ പോയി ഡ്രോയിങ് വരച്ച് അതിൻ്റെ പിക്കെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അന്നേരം ടേബിളിൽ ഒരു കൂറ പോകുന്നത് കണ്ട് അതിന് കയ്യിലെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ജാറിനുള്ളിലുള്ള സ്പൈഡർ സ്റ്റിങ് കാണുകയും കീ എന്നൊരു ശബ്ദം ഉണ്ടാക്കുകയാണ്. അത് കണ്ട് നിനക്ക് വിശക്കുന്നുണ്ടാവൂ അല്ലേ എന്ന് പറഞ്ഞ് കയ്യിലുള്ള കൂറയെ എടുത്ത് ജാറിൻ്റെ അടപ്പ് തുറന്ന് കൂറയെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കൂറയെ സ്റ്റിങ് കഴിക്കുന്നത് എങ്ങനെ എന്ന് കൗതുകത്തോടെ കുറുകുറുവെന്ന് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങിക്കിടന്നിരുന്ന അനിയൻകുട്ടൻ ഉണർന്ന് കരയാൻ തുടങ്ങി. ആ ഭാഗത്തേക്ക് നോക്കിയ ഗ്യാപ്പിൽ സ്റ്റിങ് ആ കൂറയെ പിടിച്ച് കൊന്നു വല പോലെ ചുറ്റി അടപ്പിൽ ഒട്ടിച്ചു വെക്കുകയും ചെയ്തു. ഇത്ര പെട്ടെന്ന് അതിനെ കാലിയാക്കിയോ എന്ന് ഷാർലറ്റ് ഷോക്കായി നോക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ ഏദനെ കാണാം.
താഴെ വീട്ടിലെ കംപ്ലൈൻ്റായ സിങ്ക് റെഡിയാക്കുന്ന തിരക്കിലാണ്. ആ വീട്ടിലെ മരിയ എന്ന സ്ത്രീ ഏതനോട് സംസാരിക്കാൻ തുടങ്ങി. മരിയയുടെ ഭർത്താവും 2 മക്കളും മരിച്ചുപോയി. അതിനാൽ ആ ഒരു ദുഃഖത്തിൽ നിന്നും മറികടക്കാൻ ഏതു നേരവും മദ്യപിക്കലാണ് പണി. ഏതറിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ശരി പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോ, നിന്റെ മക്കളെ പോയി സന്തോഷിപ്പിക്ക് എന്ന് പറഞ്ഞു വിടുകയാണ്. ഈ സമയത്ത് ഷാർലറ്റ് ആണെങ്കിൽ വീട്ടിലുള്ള കൂറയെ എല്ലാം പിടിച്ചു വന്ന് സ്റ്റിങ്ങിന് കഴിക്കാനായി ഇട്ടുകൊടുക്കുകയാണ്. ഒരു പെറ്റിനെ പോലെയാണ് അവൾ സ്റ്റിങ്ങിനെ വളർത്തുന്നത്. നിനക്ക് എപ്പോൾ വിശക്കുന്നോ അപ്പോഴൊക്കെ ശബ്ദം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവൾ ഒരു വിസിൽ ശബ്ദം ഉണ്ടാക്കുകയാണ്. അതേപോലെ സ്റ്റിങ്ങും ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് കേട്ട് അവൾക്ക് തന്നെ ആശ്ചര്യം തോന്നുകയാണ്. അതിനാൽ ഇപ്പോൾ ഒരു കൂറയെ പിടിച്ച് പതുക്കെ ജാറിൻ്റെ അടപ്പ് തുറന്ന് കാട്ടിയതും പെട്ടെന്ന് സ്റ്റിങ് വല വീശി കൂറയെ പിടിച്ച് കൊന്ന് ഒട്ടിച്ചു വെക്കുകയാണ്. അത് കണ്ട് കൂൾ എന്ന് പറഞ്ഞ് ഷാർലറ്റിന് സ്റ്റിങ്ങിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുകയാണ്. ഇപ്പോൾ ഏതൻ ബേസ്മെന്റിലുള്ള വേസ്റ്റ് നശിപ്പിക്കുന്ന യന്ത്രം തകരാറിലായത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്ര നോക്കിയിട്ടും അത് ശരിയാകുന്നില്ല. എന്തെന്നാൽ അടുത്തുള്ള ഒരു വയർ കട്ടായിട്ടുണ്ട്. ആ വയർ തമ്മിൽ ജോയിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ നിന്നും ഷോക്ക് അടിക്കുകയും ചെയ്യുന്നു. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ആയി ആ മെഷീൻ റെഡിയാക്കുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് ഹീദർ കുഞ്ഞിനെ ഏതൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അമ്മയെ ഉറങ്ങാൻ കിടത്തിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹെൽഗ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ്. മുത്തശ്ശി ഉറങ്ങാനും മറന്നിട്ടുണ്ടാവും. ഷാർലറ്റ് ആണെങ്കിൽ കിടക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ നിർമ്മിച്ച കോമിക് പുസ്തകം എടുത്തു നോക്കുമ്പോൾ അതിൽ ഷാർലറ്റിൻ്റെ സ്വഭാവം പോലെ ഒരു ക്യാരക്ടറിനെ ഏതൻ നിർമ്മിച്ചിരുന്നു. ഇതേ നേരം ഏതൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കെ പെൻസിലിൻ്റെ മൊന ഒടിഞ്ഞു പോവുകയും ഷാർപ്പ്നർ തിരയുമ്പോൾ ഷാർലറ്റ് ഷാർപ്പ്നർ എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം ഏതൻ മകളോട് ഒരു സന്തോഷകരമായ കാര്യം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. മോളെ, നിന്റെ ക്യാരക്ടർ ബേസ് ചെയ്ത് നിർമ്മിച്ച ആ കോമിക് ബുക്ക് 45,000 കോപ്പിയാണ് അധികമായി വിറ്റത് എന്ന് പറയുമ്പോൾ അത് കേട്ട് ഷാർലറ്റിനും കൂടുതൽ സന്തോഷമാവുകയാണ്. ഏതൻ വരച്ച ഈവിൾ ക്യാരക്ടറിൻ്റെ കണ്ണാടിയിൽ അവൾ 2 കണ്ണ് വരച്ചു വെക്കുകയാണ്. ഇതേ നേരം ജാറിൽ സ്റ്റിങ് വലിയൊരു വല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്പം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടക്കാൻ നേരത്ത് ഷാർലറ്റിൻ്റെ റൂമിൽ നിന്നും വ്യത്യസ്തമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. നേരെ അവളുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ഷാർലറ്റ് വരച്ചു വെച്ച ആ സ്റ്റിങ്ങിൻ്റെ ചിത്രം, ആ സ്പൈഡറിൻ്റെ ചിത്രം കാണാം. അതിൻ്റെ മേലെ ഷാർലറ്റ് ഇരുന്നിട്ടുള്ള പോലെയാണ് വരച്ചു വച്ചിരിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ റൂമിലേക്ക് എന്നോട് ചോദിക്കാതെ വന്നതെന്തിനാ എന്നൊരു ചോദ്യം. അത് കേട്ട് മോളെ, നീ വരച്ച ഈ സ്പൈഡറിൻ്റെ ചിത്രം എൻ്റെ കോമിക് ബുക്കിന് ചേരും, നീ എനിക്കിത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, ഞാൻ തരാമല്ലോ, എനിക്ക് കുറേ ചോക്ലേറ്റ് വാങ്ങിത്തരണം, അതേപോലെ നിങ്ങളെ സാലറിയിൽ നിന്ന് 90% എനിക്ക് തരണം എന്നവൾ തമാശ രീതിയിൽ പറയുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് എല്ലാവരും നല്ല ഉറക്കത്തിലായ സമയത്ത് നോക്കിയാൽ ദേ ആ ജാറിൻ്റെ മൂടി പതുക്കെ തിരിഞ്ഞ് തുറന്ന് സ്റ്റിങ് പുറത്തിറങ്ങി നേരെ ഗുണ്ടർ മുത്തശ്ശിയുടെ റൂമിലേക്ക് വെന്റിലേറ്റർ വഴി പോവുകയാണ്. മുത്തശ്ശിയുടെ റൂമിലെ പക്ഷിക്ക് അത് കാണുകയും അത് കണ്ട കിളി ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങിയതും സ്റ്റിങ് വല വീശി പക്ഷിയെ കൊന്നു എന്ന് തോന്നുന്നു. പിന്നീട് കാണുന്നത് ഷാർലറ്റും എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. അതിനിടയിൽ ഷാർലറ്റ് സ്പൈഡറിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അത് അമ്മ ഹീദർ മൈൻഡ് ചെയ്യാതെ ഓഫീസിലേക്ക് പോകാൻ ടൈമായി എന്ന് പറഞ്ഞ് അനിയൻ കുട്ടന് ഭക്ഷണം കൊടുക്കുകയാണ്. തന്നെ മൈൻഡ് ചെയ്യാത്തതിനാൽ ഷാർലറ്റിന് ആകെ ദേഷ്യം വന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അന്നേരം ഏതന് ആകെ വിഷമം. എടി, ഷാർലറ്റിന് എന്നോട് ദേഷ്യം കാണുമോ? എൻ്റെ കോമിക് ബുക്കിന് വേണ്ടി വരച്ച ചിത്രത്തിൽ അവൾ ഒരു ക്യാരക്ടറിൻ്റെ കണ്ണാടിയിൽ 2 കണ്ണ് വരച്ചു. അവൾ പോയപ്പോൾ ഞാനത് മായ്ച്ചു കളഞ്ഞു. അതിനാൽ അവൾക്ക് എന്നോട് ദേഷ്യം കാണുമോ? അത് കേട്ട് ഏയ് മനുഷ്യ, ഷാർലറ്റ് നിങ്ങളെപ്പോലെ ഡ്രസ്സ് ധരിക്കുന്നു, നിങ്ങളെപ്പോലെ ചിത്രം വരക്കുന്നു, അത് നിങ്ങളെ കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അത് കേട്ട് എന്തായാലും ഞാൻ അവളുടെ സ്വന്തം അച്ഛൻ അല്ലല്ലോ എന്ന് ഏതൻ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഹീദറിൻ്റെ ഹസ്ബൻഡ് ഒരു കള്ളുകുടിയനായിരുന്നു. ഭയങ്കര ഉപദ്രവം ആയതിനാൽ ഹീദർ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്ത് ഏതറുമായി അടുക്കുകയും ചെയ്തു. ഇതുവരെ നോർമലായി കാര്യങ്ങൾ മുന്നോട്ട് പോയെങ്കിലും ഇനി അങ്ങോട്ടാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഗുണ്ടർ മുത്തശ്ശി എന്തോ കണ്ട് ഒരൊറ്റ അലർച്ച. അത് കേട്ട് എല്ലാവരും പോയി നോക്കുമ്പോൾ മുത്തശ്ശിയുടെ കിളിക്കൂട്ടിൽ അൽഫാം ഉണ്ടാക്കി വെച്ച പോലെ ചത്തുകിടക്കുന്ന കാഴ്ച കാണുകയാണ്. അതിനെ ഇന്നലെ സ്റ്റിങ് വല എറിഞ്ഞു കൊന്നതല്ലേ. അങ്ങനെ വീട്ടിൽ എന്തോ ഒരു മൃഗം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു എക്സ്റ്റർമിനേറ്ററിനെ വിളിക്കുകയാണ്, നമ്മുടെ ഫ്രാങ്കിനെ തന്നെ. അവൻ വീട്ടിൽ വന്ന് ചുറ്റിലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കെ എലിയോ മറ്റോ ആയിരിക്കോ എന്ന് ചോദിക്കുമ്പോൾ എലി എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്, എലിക്ക് ഭക്ഷണം മെൽറ്റ് ചെയ്ത് ഉരുക്കി കഴിക്കാനുള്ള കഴിവില്ല, ഇത് എന്തോ വേറെ ജീവിയാണ്, എന്തോ ദ്രാവകം പക്ഷിയുടെ ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞ് വെന്റിലേറ്ററിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നിന്റെ കയ്യിൽ നൈൽ ഗൺ അല്ലേ, എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ പ്രൊട്ടക്ഷന് എന്ന് പറഞ്ഞ് നേരെ വെന്റിലേറ്ററിൻ്റെ ഗ്രില്ല് ഓപ്പൺ ചെയ്ത് ഇതുവഴിയായിരിക്കും ആ ജീവി വന്നത് എന്ന് പറഞ്ഞ് എന്തെങ്കിലും അകത്തുണ്ടെങ്കിൽ പുകഞ്ഞ് പുറത്ത് വരാൻ സ്മോക്ക് വലിച്ചെറിയുകയാണ്. അതിലെ പുക വെന്റിലേറ്ററിൽ മൊത്തം നിറയാൻ തുടങ്ങി. ഇതേ നേരം ഷാർലറ്റ് ഫോണിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോയിൽ എന്തോ ശബ്ദം കേൾക്കുന്നത്
ജാറിലുള്ള സ്റ്റിങ്ങും അതേ വോയിസ് ഉണ്ടാക്കുകയാണ്. ഉടനെ ഒരു കിളിയുടെ വോയിസ് കേൾപ്പിച്ചപ്പോൾ അതേ വോയിസ് സ്റ്റിങ്ങും ഉണ്ടാക്കുകയാണ്. അത് കേട്ടതും ഷാർലറ്റിന് കൂടുതൽ താല്പര്യം തോന്നി. ഒരുപാട് കൂറകളെ പിടിച്ചോണ്ട് വന്ന് സ്റ്റിങ്ങിന് കഴിക്കാൻ കൊടുക്കാൻ തുടങ്ങുമ്പോൾ പാറ്റയെ, പല്ലിയെ, ചിലന്തിയെ ഒക്കെ നശിപ്പിക്കാൻ പെട്ടിയിൽ വെക്കാറുള്ള ഒരു തരം വെളുത്ത ബോൾ ഉണ്ടല്ലോ, മോത്ത് ബോൾ. ആ മോത്ത് ബോൾ ഉരുണ്ട് ഉരുണ്ട് ജാറിൻ്റെ അടുത്ത് വന്നപ്പോൾ അത് കണ്ടതും സ്റ്റിങ് പേടിച്ച് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. സ്റ്റിങ്ങിന് മോത്ത് ബോൾ അലർജിയാണ്. ഒരു കൗതുകത്തിൽ ആ മോത്ത് ബോൾ എടുത്ത് ജാറിൽ ഒട്ടി നിൽക്കുന്ന സ്റ്റിങ്ങിൻ്റെ വലയിൽ മുട്ടിച്ചപ്പോൾ അത് ഉരുകി നശിക്കുകയാണ്. അതേപോലെ അകത്തുള്ള സ്റ്റിങ് ഒച്ച ഉണ്ടാക്കി ഓടാൻ ശ്രമിക്കുമ്പോൾ കുലുങ്ങി കുലുങ്ങി ജാറിൽ താഴെ വീഴുമ്പോൾ തന്നെ ഷാർലറ്റ് അതിനെ പിടിച്ചെടുക്കുകയും ചെയ്തു. ചെറുതായി സ്റ്റിങ് ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്. ടി വിയിൽ സ്പൈഡേഴ്സിൻ്റെ കൃഷിദീപം പരിപാടി കാണുമ്പോൾ ചിലന്തികൾ അവർ വല വിരിച്ച് പിടികൂടിയ ഇരകളെ വലയിൽ ചുറ്റി ഒട്ടിച്ചു വെക്കും. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ അവ ഭക്ഷിക്കുകയുള്ളൂ എന്ന് ആ ഒരു കാര്യം ഷാർലറ്റും മനസ്സിലാക്കുകയാണ്. ഫ്രാങ്ക് ആണെങ്കിൽ ഒരു വശത്ത് പ്രാണികളുടെ വിഷമരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എറിക്ക് എന്നൊരു ചൈനക്കാരൻ്റെ റൂമിലാണ്. അവൻ വളർത്തുന്ന മീനുകളെ നോക്കി ആസ്വദിക്കുമ്പോൾ, എടാ എൻ്റെ മീനുകളെ നോക്കി പേടിപ്പിക്കല്ലേ എന്ന് എറിക്ക് പറയുകയാണ്. ആക്ച്വലി എറിക്ക് ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ്, പ്രാണികളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവരാണ്. അങ്ങനെ ഫ്രാങ്ക് അവിടെ മരുന്നടിച്ചിട്ട് നേരെ ഷാർലറ്റിന്റെ റൂമിലേക്കാണ് പോയത്. അത് കണ്ട്, ഏയ് മരുന്നടിക്കരുത്, അത് സ്റ്റിങ്ങിന് ഇഷ്ടമല്ല. സ്റ്റിങ്ങോ? അതാരാ? പട്ടിക്കുട്ടിയാണോ പൂച്ചക്കുട്ടിയാണോ? പട്ടിയും പൂച്ചയുമല്ല, അത് സ്പൈഡർ, ചിലന്തിയാണ്. അതെൻ്റെ ഒരു പെറ്റാണ്. അത് കേട്ട് ഫ്രാങ്കിന് ഷോക്കാവുകയാണ്. മോളെ, പട്ടിയാണെങ്കിൽ മൊത്തമായി സ്നേഹിക്കാം, അത് തിരിച്ച് സ്നേഹിക്കും. പൂച്ചയാണെങ്കിൽ പകുതി സ്നേഹിക്കാം, അത് നമ്മളെ പകുതിയെ സ്നേഹിക്കൂ. എന്നാൽ ചിലന്തി അങ്ങനെയല്ല, അതിന് സ്നേഹം എന്താണെന്ന് പോലും അറിയില്ല. കൊല്ലുക, തിന്നുക, അത് മാത്രമാണ് ചിലന്തിയുടെ പോളിസി എന്ന് ഫ്രാങ്ക് പറഞ്ഞെങ്കിലും, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട, എൻ്റെ സ്റ്റിങ് ഞാൻ പറയുന്നത് അനുസരിക്കും. ശരി, എനിക്കതിനെ കാണിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഷാർലറ്റ് ആ ജാർ എടുത്ത് കാണിക്കുകയാണ്. അവൻ ആ ബോട്ടിലേക്ക് സ്റ്റിങ്ങിനെ കൗതുകത്തോടെ കുറുകുറുന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റിങ് കുപ്പിയിൽ മാന്തി ഒച്ച വെക്കാൻ തുടങ്ങിയതും ഫ്രാങ്ക് പേടിച്ചു പോവുകയാണ്. കണ്ടില്ലേ, സ്റ്റിങ്ങിന് നിങ്ങളുടെ നോട്ടം ഇഷ്ടപ്പെട്ടില്ല. എല്ലാം കണ്ടു ഫ്രാങ്ക് അന്താളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നേരം രാത്രി എല്ലാവരും കിടന്ന് ഉറക്കത്തിലാണ്. സ്റ്റിങ് ആണെങ്കിൽ അതിൻ്റെ പണി തുടങ്ങി. പതുക്കെ ജാറിൻ്റെ മൂടി തുറന്ന് പുറത്തിറങ്ങി നേരെ അയൽവാസിയായ മരിയയുടെ റൂമിലേക്ക് പോവുകയാണ്. കണ്ട കൂറകളെ ഒക്കെ തിന്ന് വിശപ്പ് മാറ്റാൻ അതിന് കഴിയുന്നില്ല. അതിനാലാണ് വലിയ മൃഗങ്ങളെ, പക്ഷികളെ ഒക്കെ കഴിക്കാൻ തുടങ്ങിയത്. മരിയ ആണെങ്കിൽ മയക്കത്തിലാണ്. അടുത്ത് അവളുടെ പെറ്റ് ഒരു ഡോഗുണ്ട്. ആ കുഞ്ഞു ഡോഗ് ടി വിയിൽ മറ്റൊരു ഡോഗിനെ കണ്ട് വെള്ളമിറക്കിക്കൊണ്ടിരിക്കെ സ്റ്റിങ് പരന്നു പോകുന്ന ശബ്ദം അതിൻ്റെ കാതിന് കേൾക്കാൻ തുടങ്ങി. വെന്റിലേറ്റർ നോക്കി കുരക്കുമ്പോൾ മരിയ ഞെട്ടി ഉണർന്ന് എങ്ങനെയോ ഉറക്കത്തിലേക്ക് പോയതാണ്, പട്ടി അതും കളഞ്ഞു എന്നൊക്കെ പിറുപിറുത്തോണ്ട് ഡോഗിനെ മറ്റൊരു റൂമിലാക്കി വാതിലടക്കുകയാണ്. എന്നിട്ട് ഉറക്ക ഗുളിക ആണെന്ന് തോന്നുന്നു അതെടുക്കുമ്പോൾ ദേ സ്റ്റിങ് നിന്നിട്ട്. അങ്ങനെ മരുന്ന് കുടിച്ച് പോകുമ്പോൾ ദേ പരന്നു പോകുന്ന അവളുടെ ശരീരത്തിൽ. മരിയ ആകെ ഡിപ്രഷനിലാണല്ലോ. ഏത് നേരം നോക്കിയാലും കുടുംബ ഫോട്ടോ നോക്കി സങ്കടപ്പെടലാണ് പണി. ഇപ്പോൾ ഫോട്ടോ നോക്കി നിൽക്കെ പെട്ടെന്ന് സ്റ്റിങ് മുകളിലേക്ക് വന്ന് മുഖത്തേക്ക് ഒരൊറ്റക്കടി. അവൾ നിലത്ത് വീണ് പിടയാൻ തുടങ്ങി. കാര്യമായ പരിക്ക് തലയിലും ഏറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് പോയി കണ്ണാടിയിൽ നോക്കുമ്പോൾ രക്തം ഒഴുകുന്നത് കണ്ട് ഛർദ്ദിക്കുകയും തലകറക്കം ഫീലായി ഒരൊറ്റ വീഴ്ച. വീണ്ടും തലയ്ക്ക് അടിയായി. അല്പം ബോധത്തോടെ കിടക്കുമ്പോൾ ദേ പോണോ സ്റ്റിങ്. അത് പെട്ടെന്ന് അവളുടെ നേർക്ക് തിരിഞ്ഞ് ശരീരത്തിൽ കയറി നേരെ വായിലൂടെ അകത്തേക്ക് പോയി കടിച്ച് തിന്നാൻ തുടങ്ങി. തൊണ്ടയിലൂടെ നേരെ വയറ്റിൽ പോയി തുളയുണ്ടാക്കി കീറി മുറിച്ച് ഒടുവിൽ അതിന് ഇഷ്ടപ്പെട്ട അവയവം ഒക്കെ കടിച്ച് മരിയയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം സ്റ്റിങ് വളർന്നു വലുതായി എന്ന് മനസ്സിലാക്കി അതിനെ കുറച്ചുകൂടി വലിയ പെട്ടിയിൽ ഇടണം എന്നതിനാൽ നേരെ സയൻറ്റിസ്റ്റായ എറീക്കിൻ്റെ റൂമിൽ പോയിട്ട് എനിക്കൊരു മീനിൻ്റെ അക്വേറിയം വേണം എന്ന് ചോദിക്കുകയാണ്. നിനക്ക് എന്തിനാ അക്വേറിയം? നിന്റെ പക്കൽ മീനൊന്നും ഇല്ലല്ലോ. മീനിന് അല്ല, എൻ്റെ പക്കൽ ഒരു സ്പൈഡറുണ്ട്, അതിനു വേണ്ടിയാ. അത് കേട്ട് ഷോക്കായ എറീക്ക് അതിനെ കാണാൻ ആവശ്യപ്പെടുകയും അവൾ അത് എടുത്തു കൊടുത്തിട്ട് ഇത് ഫുഡ് കഴിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് ഒരു കൂറയെ ഇട്ട് കൊടുത്തിട്ട് നോക്കി നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് കൂറയെ സ്റ്റിങ് വലയിലാക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും ഷോക്ക്. ഷാർലറ്റ് വിസിലടിക്കുമ്പോൾ സ്റ്റിങ്ങും വിസിലടിക്കുന്നത് കണ്ടപ്പോൾ എറിക്കിന് വീണ്ടും ഷോക്ക്. എല്ലാം കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണം അല്ലോ എന്ന് കരുതി, എടി നിനക്ക് ഞാനൊരു അക്വേറിയം ഫ്രീ ആയിട്ട് തരാം. ഞാൻ തന്നെ സ്പൈഡറിനെ അക്വേറിയത്തിൽ നല്ല അടിപൊളിയായി സെറ്റാക്കിയിട്ട് തരാം. പക്ഷെ 2 ദിവസം കഴിയും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് കേട്ട്
ശരി, ഇക്കാര്യം സ്പൈഡറിൻ്റെ കാര്യം എൻ്റെ അച്ഛനും അമ്മയും അറിയാൻ പാടില്ല, ആരും കാണാതെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് സ്റ്റിങ്ങിനെ എറിക്കിന് ഏൽപ്പിച്ച് ഷാർലറ്റ് പോവുകയാണ്. ഇപ്പോൾ റൂമിൽ ഹീദറും ഏതനും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വെന്റിലേറ്ററിൽ എന്തോ തുള്ളിച്ചാടി വരുന്ന പോലെയൊരു ശബ്ദം. അതെന്താ എന്ന് ഗ്രില്ല് എടുത്തു മാറ്റി നോക്കിയപ്പോൾ പട്ടിക്കുട്ടിയെ പെട്ടെന്ന് കണ്ട് അവൻ ഞെട്ടി തെറിച്ച് വീഴുകയാണ്. ഇത് ആ മരിയയുടെ പെറ്റ് ആണല്ലോ. ഇപ്പോൾ അത് കുരയോട് കുര. എന്തോ അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കി മരിയയുടെ വീട്ടിലേക്ക് ഡോഗിനെ കൊണ്ടുവിടാൻ പോയി ഡോർ തട്ടിയെങ്കിലും മരിയ കതക് തുറന്നില്ല. അതിനാൽ കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ഡോഗും ഇറങ്ങി ഓടി ഒരു വശത്ത് നിന്ന് കുരക്കാൻ തുടങ്ങി. പോയി നോക്കുമ്പോഴാണ് മരിയ മരിച്ചു കിടക്കുന്ന ആ കൊടൂര കാഴ്ച ഏതൻ കാണുന്നത്. അങ്ങനെ പോലീസിൽ വിളിച്ച് പറഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. മരിയയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾക്ക് ഡിപ്രഷനൊക്കെയായി എന്നും മദ്യപിക്കുമായിരുന്നു. ശരി, നീ അവളുടെ റൂമിലേക്ക് എന്തിനാ പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മരിയയുടെ ഡോഗ് എൻ്റെ വീട്ടിലേക്ക് വന്നു, ഞാനതിനെ തിരിച്ചു കൊണ്ടുവിടാനാ പോയത്. കതക് തട്ടിയിട്ടും തുറന്നില്ല. എൻ്റെ കയ്യിലുള്ള സ്പെയർ കീ വച്ച് തുറന്ന് പോയി നോക്കുമ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. നിനക്ക് എങ്ങനെയാ സ്പെയർ കീ കിട്ടിയത് എന്ന് സംശയത്തോടെ ചോദിക്കുമ്പോൾ സർ, ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റിലെ സൂപ്പർവൈസറാണ്, എല്ലാ റൂമിൻ്റെയും സ്പെയർ കീ എൻ്റെ വശമുണ്ട്. അത് കേട്ട് പോലീസ് ഏതനെ വെറുതെ വിടുകയാണ്. അന്നേരം എറിക്ക് കോൾ ചെയ്ത് സർ, എനിക്ക് അത്യാവശ്യമായി നിങ്ങളുടെ മകളെക്കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്, എത്രയും പെട്ടെന്ന് റൂമിലേക്ക് വാ എന്ന് പറയുകയും അങ്ങനെ അവിടെ ചെന്നപ്പോൾ സയന്റിസ്റ്റ് വിശദീകരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മകൾ ഷാർലറ്റ് ഭയങ്കര കൊടൂരമായ വിഷമുള്ള ആളുകളെ കൊല്ലാൻ കഴിവുള്ള ഒരു ഭീകര സ്പൈഡറിനെ വളർത്തുമൃഗത്തെ പോലെ വളർത്തുകയാ. അത് അറിയോ നിങ്ങൾക്ക്? എൻ്റെ അടുത്ത് അതിനെ എടുത്തു വന്ന് അതിനെ വളർത്താൻ അക്വേറിയം വേണം എന്ന് ചോദിച്ചു. അതിനെ വളർത്താൻ ആപത്താണെന്ന് മനസ്സിലാക്കി ഞാനത് തിരിച്ചു കൊടുക്കാതെ ഇവിടെ തന്നെ വച്ചു. അതൊക്കെ കേട്ട് ശരി, ഇത് അത്രയ്ക്കും ഡേഞ്ചറാണോ? ഒരു ചിലന്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് സാധാരണ ചിലന്തിയല്ല, നിങ്ങൾ തന്നെ നോക്ക് എന്ന് പറഞ്ഞ് ആ ജാറിൻ്റെ അടപ്പിലേക്ക് ഷോക്ക് കൊടുത്തതും അത് താഴെ വീഴുകയാണ്. അത് കണ്ട് ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ സ്റ്റിങ് വാ തുറന്ന് കടിക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. അതോടെ ഇത് വലുതായാൽ ആളുകളെ കടിച്ചു കൊല്ലും എന്ന് മനസ്സിലാക്കി നേരെ തിരിച്ച് റൂമിലേക്ക് പോയി ഷാർലറ്റിനോട് നീ എന്താടി ചിലന്തിയെ വളർത്തുന്ന കാര്യം എന്നോട് മറച്ചു വെച്ചത്? അത് കേട്ട് എൻ്റെ സ്റ്റിങ്ങിനെ നിങ്ങൾ എന്താ ചെയ്തത് എന്ന് കരഞ്ഞ് നേരെ എറീക്കിൻ്റെ റൂമിൻ്റെ അടുത്ത് പോയിട്ട് കതകിൽ തട്ടി വിളിച്ചെങ്കിലും അവൻ കതക് തുറന്നില്ല. നേരെ തിരിച്ചു പോയി അയാൾ ഡോർ തുറക്കുന്നില്ല. എനിക്കെൻ്റെ സ്റ്റിങ്ങിനെ വേണം, നിങ്ങൾ ദുഷ്ടനാണ്, നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ കോമിക് ബുക്സിൽ അച്ഛൻ മരിക്കുന്ന പോലെ ചിത്രം വരച്ചു വച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നന്നായി നോക്കിയേനെ. അത് കേട്ട് നിന്റെ അച്ഛൻ ഇനി തിരിച്ചു വരില്ല, അയാൾ നിങ്ങളെ വിട്ട് ഡിവോഴ്സ് ചെയ്തു പോയി. അത് കേട്ട് ഹീദർ ഏദറിനെ തുറിച്ചു നോക്കുകയാണ്. എന്തെന്നാൽ ഹീദറിൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ് ഡിവോഴ്സ് ആയിട്ട് പോയി എന്ന് ഇതുവരെയായിട്ടും ഷാർലറ്റിന് അറിയില്ല. വിദേശത്ത് ജോലിക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം ഇപ്പോൾ ഷാർലറ്റ് അറിഞ്ഞതോടെ അവൾ കരഞ്ഞോണ്ട് അവിടുന്ന് ഓടിപ്പോവുകയാണ്. അതിനുശേഷം ഹീദറും ഏതനെ വഴക്ക് പറയാൻ തുടങ്ങി. ഇതേ നേരം എറീക്കിനെ കാണാം. മീനിൻ്റെ അക്വേറിയത്തിൽ സ്റ്റിങ്ങിനെ ഇട്ട് വച്ചിരിക്കുകയാണ്. മാത്രമല്ല സ്റ്റിങ്ങിന് വിശക്കുമ്പോൾ അവൻ്റെ പക്കലുള്ള മുയൽക്കുട്ടിയെ ഒക്കെ കൊടുത്തിട്ട് വളർത്തി ഇപ്പോൾ സ്റ്റിങ്ങിൻ്റെ വലിപ്പം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഏതൻ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കെ ഉണർന്നു നോക്കുമ്പോൾ ദേ സ്പൈഡർ. അത് കണ്ട് ഏതൻ ഭയന്ന് വിറച്ച് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ അത് സിസ്റ്റം കണക്ട് ചെയ്തിട്ടുള്ള വയേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഷാർലറ്റ് ആണെങ്കിൽ ഏതൻ വരച്ച കോമിക് ബുക്ക് വായിച്ചു കൊണ്ടിരിക്കെ അവൾക്കിപ്പോൾ ദേഷ്യം വന്ന് ബുക്ക് വലിച്ചെറിയുകയാണ്. എറിക്കാണെങ്കിൽ സ്റ്റിങ്ങിന് മുയൽ ഇറച്ചി നൽകി അതിൻ്റെ വലിപ്പം വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാത്രി എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കെ സ്റ്റിങ് ആ കൂട് തകർത്ത് പുറത്തിറങ്ങുകയും ചെയ്തു. ഏതൻ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന സമയത്ത് കോമിക് ബുക്സിൻ്റെ ഓഫീസിൽ നിന്നും കോൾ ചെയ്ത് മിസ്റ്റർ ഏതൻ, താങ്കൾ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം തൽക്കാലം നിർത്തിവെക്ക്. ആ ബുക്സ് ഇനി പബ്ലിഷ് ചെയ്യുന്നില്ല, പകരം വേറെ ഒരു ബുക്കാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതിനാൽ അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ നിനക്ക് വർക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ ഏതന് കലിപ്പ് കയറി അവിടെയുള്ള ഒരു മെഷീനിൽ ഇട്ട് അടിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് ഗുണ്ടർ മുത്തശ്ശി വന്ന് നീ എന്താടാ അതിനെ നശിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് നശിപ്പിച്ചതല്ല, ശരിയാക്കാൻ നോക്കുന്നതാ. നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ കുടുംബം വിട്ടു പോകട്ടെ. അത് കേട്ട് അതിനെന്താ, നിന്നെ ആരാ പിടിച്ചു വെച്ചത്, നീ പോയിക്കോ എന്ന് മുഖത്തടിച്ച പോലെ പറയുകയാണ്. അർദ്ധരാത്രി എല്ലാവരും നല്ല ഉറക്കം. എന്നാൽ ഹെൽഗ മുത്തശ്ശിയും ഗുണ്ടർ മുത്തശ്ശിയും TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗുണ്ടർ മുത്തശ്ശിക്ക് പൂച്ച പുറത്തു പോയതറിഞ്ഞ് ടോർച്ചടിച്ച് പുറത്തു പോയി നോക്കുമ്പോൾ സ്പൈഡറിൻ്റെ നിഴൽ പോലെ കണ്ട് ഭയന്നു പോവുകയും എന്നാൽ അത് ചെടിച്ചട്ടി ആയിരുന്നു. താഴെ നോക്കുമ്പോൾ വെന്റിലേറ്റർ ഗ്രില്ല് വീണ് കിടക്കുന്നതായി കണ്ട് ഇനി പൂച്ച സർ അതിനകത്ത് പോയി കാണും എന്ന് മനസ്സിലാക്കി ടോർച്ചടിച്ച് നോക്കുമ്പോൾ പൂച്ച സർ കരയുന്ന വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ട്. നീ എവിടെ ഒളിച്ചാലും നിന്നെ ഞാൻ പിടിക്കും എന്ന ഭാവത്തിൽ മുത്തശ്ശി അതിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി. അതിനിടയിൽ ലൈറ്റ് ആണെങ്കിൽ കംപ്ലൈൻ്റ് ആവുകയും പോക്കറ്റിൽ നിന്നും ഒരു തീപ്പെട്ടി എടുത്ത് കത്തിച്ചപ്പോൾ
സ്റ്റിങ് വന്ന് ഗുണ്ടർ മുത്തശ്ശിയെ കടിച്ചെടുത്ത് ഒരൊറ്റ പോക്ക്. എന്നാൽ മുത്തശ്ശിയെ കൊന്നിട്ടില്ല, വലയിൽ ചുറ്റി ഒരു വശത്ത് ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. ഏതൻ ആണെങ്കിൽ ഫാമിലിയിലെ ഓരോ പ്രോബ്ലംസ് കാരണം ഡിപ്രഷനിലാണുള്ളത്. കാലിപ്പിൽ TV അടിച്ച് തകർത്തപ്പോൾ അത് കണ്ട് ഹീദർ ഷാർലറ്റിനോട് കുഞ്ഞിനെ കൂട്ടി അകത്തു പോകാൻ പറഞ്ഞിട്ട് ഹീദറും ഏതനും തമ്മിൽ വഴക്കിടാൻ തുടങ്ങി. ആ വഴക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഷാർലറ്റ് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ഒരു ഹെഡ്സെറ്റ് വെച്ച് ഫോണിൽ വീഡിയോസ് കാണാൻ തുടങ്ങി. നോക്കിയാൽ ദേ മുകളിൽ സ്റ്റിങ്, താഴെ ഹീദറും ഏതനും ഓരോന്ന് പറഞ്ഞു വാക്ക് തർക്കം മൂത്തപ്പോൾ സ്റ്റിങ് ഒരൊറ്റ ചാട്ടം നേരെ ഏതൻ്റെ നെഞ്ചിലേക്ക്. എന്നിട്ട് ഒരു ദ്രാവകം കുത്തിവെച്ചതിനാൽ ഏതന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. ശേഷം ഹീദറിനെയും സ്റ്റിങ് കുത്തി ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വലിച്ചോണ്ട് ഒരൊറ്റ പോക്ക്. ഹെഡ്സെറ്റ് വച്ചതിനാൽ ഷാർലറ്റിന് അവിടെ നടന്നതൊന്നും അറിയുന്നതേ ഇല്ല. ഏതൻ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷാർലറ്റിന് മനസ്സിലായില്ല. അങ്ങനെ ഏതനെയും സ്റ്റിങ് വലിച്ചോണ്ട് പോവാൻ തുടങ്ങി. അത് കണ്ട് ഡോഗ് കുരക്കുമ്പോൾ അത് ഷാർലറ്റ് ശ്രദ്ധിച്ചു. വിശക്കുന്നത് കൊണ്ടായിരിക്കും കുരക്കുന്നത് എന്ന് കരുതി ഫോൺ നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് പോവുകയാണ്. നിലത്ത് ഏതിനെ വലിച്ചോണ്ട് പോകുന്നത് ഇപ്പോഴും അവൾ കണ്ടില്ല. മോളെ മോളെ എന്ന് വിളിച്ചെങ്കിലും അവൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ഷാർലറ്റ് ഡോഗ് ഫുഡ് എടുത്ത് നേരെ ഫോണിൽ നോക്കി തന്നെ പോയി ഡോഗിന് കൊടുത്ത് അവിടെ ഇരുന്ന് വീണ്ടും വീഡിയോ കാണാൻ തുടങ്ങി. ഏതിനെ വലിച്ചോണ്ട് പോകുന്നത് കണ്ട് ഡോഗ് കുരയോട് കുര. ഫുഡ് കൊടുത്തിട്ടും എന്തിനാ കുരക്കുന്നത് എന്നൊരു സംശയം തോന്നി. ഹെഡ്സെറ്റ് മാറ്റി പോകുമ്പോൾ അവിടെ എത്തുന്നതിന് മുൻപേ ഏതിനെ സ്റ്റിങ് വലിച്ചോണ്ട് പോവുകയും ചെയ്തു. വെന്റിലേറ്ററിന്റെ ഗ്രില്ല് ഓപ്പൺ ആയിട്ട് കാണുന്നു. അച്ഛനെയും അമ്മയും കാണുന്നില്ല. രണ്ടുപേരും എവിടെ പോയി എന്ന് ഭയന്ന് വിളിക്കാൻ തുടങ്ങി. വെന്റിലേറ്റർ വഴി നോക്കുമ്പോഴത്തേക്കും ഏതനെ കൊണ്ടുപോവുകയും ചെയ്തു. എവിടെയാണെന്ന് നോക്കിയാൽ കൊണ്ടുപോയി ഏതനെ വലയിൽ ചുറ്റി ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കണക്ഷനും കിട്ടുന്നില്ല. ഏതനെ സ്റ്റിങ് വലയിൽ ചുറ്റി അവിടെ ഒട്ടിച്ച് പോവുകയും ചെയ്തു. ഓരോരുത്തരെയും പിടിച്ച് വലയിൽ ചുറ്റി വച്ച് അവർ മരിച്ചു കഴിയുമ്പോഴാണ് സ്റ്റിങ് കഴിക്കുന്നത്. അനങ്ങാൻ പറ്റാതെ ഏതൻ അലറുകയാണ്. ആ റൂമിൽ ഷാർലറ്റും കുട്ടിപ്പയ്യനും മാത്രമാണുള്ളത്. ബോണി എന്ന പട്ടിക്കുട്ടിയെയും കാണാനില്ല. അതിനെയും സ്റ്റിങ് കൊണ്ടുപോയി. ബോണിയെ വിളിക്കുമ്പോൾ സ്റ്റിങ് അതേപോലെ വോയിസ് ഉണ്ടാക്കുകയാണ്. അത് കേട്ടതോടെ സ്റ്റിങ് ആണ് പിടിച്ചോണ്ട് പോയത് എന്ന് ഷാർലറ്റിന് മനസ്സിലാവുകയും പെട്ടെന്ന് സ്റ്റിങ് ഓടി വരാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് അടുത്തുള്ള ഒരു ചെറിയ കബോർഡ് വലിച്ച് വെന്റിലേറ്ററിന്റെ വഴി അടച്ചു നിർത്തിയെങ്കിലും സ്റ്റിങ് അതിനെ ഇടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴാണ് ഷാർലറ്റ് കൂടുതൽ ഭയക്കാൻ ആരംഭിച്ചത്. തൊട്ടിലിൽ കുഞ്ഞ് ഒന്നും മനസ്സിലാവാതെ കിടന്നിട്ടുണ്ട്. പെട്ടെന്ന് ശബ്ദം നിലക്കുകയും നോക്കിയാൽ ദേ പുറകിൽ സ്റ്റിങ് ആ കുഞ്ഞിന്റെ തൊട്ടിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നു. ചെറിയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഓടിപ്പോയി നോക്കുമ്പോൾ തൊട്ടിലിൽ കുഞ്ഞില്ല. കുഞ്ഞിനെയും സ്റ്റിങ് കൊണ്ടുപോയി. ആകെ ഭയന്ന് കയ്യിൽ ഒരു കത്തിയും പിടിച്ച് ഇരുന്ന് ഒടുവിൽ അവൾ ചിന്തിക്കുകയാണ്, ഇല്ല, ഞാൻ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, പൊരുതണം, എൻ്റെ കുഞ്ഞനിയനെ രക്ഷിക്കണം, സ്റ്റിങ്ങിനെ കൊല്ലണം എന്ന് പ്ലാൻ ചെയ്ത് റെഡിയായി. സ്റ്റിങ്ങിന് പേടിയുള്ള ഒരേ ഒരു സാധനം അത് മോത്ത് ബോൾ ആണല്ലോ. അവിടെയുള്ള മോത്ത് ബോൾസ് എല്ലാം എടുത്ത് കുത്തി പൊട്ടിച്ച് ബോട്ടിലിൽ ഇട്ട് വെള്ളം നിറച്ച് വാട്ടർ ഗണ്ണിൽ മോത്ത് ബോൾ വാട്ടർ ഒഴിച്ച് റെഡിയായി വെന്റിലേറ്റർ കൂടി സ്റ്റിങ്ങിനെ കൊല്ലാനായി അവൾ പോവുകയാണ്. മോത്ത് ബോൾ വാട്ടർ സ്പ്രേ ചെയ്തുകൊണ്ട് ഞെരങ്ങി പോകുമ്പോൾ ദേ ഒരു വശത്ത് ഗുണ്ടർ മുത്തശ്ശിയുടെ പൂച്ച സാറിനെ അൽഫാം പോലെയാക്കി വലയിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്നു. ആകെ ഭയന്നെങ്കിലും തിരിച്ചു പോകാൻ അവൾ തയ്യാറായില്ല. ഒരു ഭാഗത്ത് ഏതനും മറ്റൊരു വശത്ത് ഹീദറും വലയിൽ തന്നെയുണ്ട്. ഷാർലറ്റ് ഓരോ ഭാഗത്തെയായി വാട്ടർ സ്പ്രേ ചെയ്ത് പോയി ഇപ്പോൾ സയന്റിസ്റ്റ് എറീക്കിന്റെ റൂമിൽ എത്തിയപ്പോൾ സ്റ്റിങ്ങിനെ വളർത്തിയ അക്വേറിയം തകർന്നതായി കാണുകയാണ്. എറീക്കിനെ വിളിച്ചോണ്ട് പോയെങ്കിലും അവനെ കണ്ടില്ല. ഒടുവിൽ ദേ മുകളിൽ അവനെയും വലയിലാക്കി ഒട്ടിച്ചു വച്ചാണ് സ്റ്റിങ് പോയത്. അവിടുന്ന് ഭയന്ന് ഓടിപ്പോയി എത്തിയത് ഹെൽഗ മുത്തശ്ശിയുടെ റൂമിൽ. നിനക്കെന്താടി ആ ഡോറിനോട് ഇത്ര ശത്രുത? മുത്തശ്ശി, ദേ നോക്ക്, ഇവിടെ എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന സംഭവം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കറുത്ത നായയെ പോലെ എന്തോ ഒന്നിനെ കണ്ടു. എൻ്റെ അടുത്ത് വന്നെങ്കിലും അത് പെട്ടെന്ന് ഓടിപ്പോയെന്നോ? അതെങ്ങനെ? ഇപ്പോഴാണ് മുത്തശ്ശിയുടെ ദേഹത്തുള്ള ഒരു സ്വെറ്റർ കാണുന്നത്. അത് മണപ്പിച്ച് നോക്കിയപ്പോൾ ഒടുക്കത്തെ സ്മെല്ല്. വെറുതെയല്ല സ്റ്റിങ് മുത്തശ്ശിയെ ഉപദ്രവിക്കാത്തത്. മുത്തശ്ശി ആ സ്വെറ്റർ വാങ്ങിച്ച പിന്നെ അലക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. മുത്തശ്ശി, ഈ സ്വെറ്റർ ഒരിക്കലും മാറ്റരുത് എന്ന് പറഞ്ഞ് അവിടെയുള്ള കബോർഡിൽ നിന്നും മോത്ത് ബോൾസ് എടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കുപ്പികളിലാക്കി ബാഗിലിട്ട ശേഷം ഫോണിൽ റേഞ്ച് വന്നാൽ ഉടനെ പോലീസിൽ വിളിക്കണം. ശരി, വിളിക്കാം. നമ്പർ അറിയാമോ?
എന്ത് നമ്പർ? അതോടെ അവൾക്ക് കാര്യം മനസ്സിലായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം എന്ന് മനസ്സിൽ പറഞ്ഞ് ഒരൊറ്റ പോക്ക്. എന്നിട്ട് ശരീരത്തിൽ മോത്ത് ബോൾസ് വാട്ടർ ഒഴിച്ച് പോകുമ്പോൾ ഇവൾക്കെന്താ വട്ടാണോ എന്ന് മുത്തശ്ശി കരുതുകയാണ്. ഏതൻ അലറുകയാണ്. ആ അലർച്ച ഇപ്പോൾ ഷാർലറ്റ് കേൾക്കുകയും ചെയ്തു. അവിടെയുള്ള ഗ്രില്ല് ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ അവിടെ ഏതൻ വലയിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ കാഴ്ച കണ്ട് അവിടേക്ക് വലിഞ്ഞു കയറി. അച്ഛാ, എനിക്ക് ഈ വല നശിപ്പിക്കാൻ പറ്റും, പക്ഷേ നിങ്ങൾ താഴെ വീഴാതെ പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഇപ്പോൾ മുത്തശ്ശിക്ക് പുറത്ത് ആരോ വന്നതായി ഒരു അലേർട്ട് വരികയാണ്. ഇപ്പോഴാണ് തുടക്കത്തിൽ കണ്ട കാര്യം നടക്കുന്നത്. പുറത്ത് വന്നിരിക്കുന്നത് എക്സ്റ്റർമിനേറ്റർ ഫ്രാങ്ക് ആണ്. ഇതുവരെ 4 ദിവസം മുൻപത്തെ കാര്യം അല്ലേ കണ്ടത്, ഇനി 4ാമത്തെ ദിവസം. പെട്ടെന്ന് ഡോർ തുറക്ക്, ഞാനിപ്പോൾ വരും, ഇവിടെ തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഷെർലറ്റ് മോത്ത് ബോൾ എടുത്ത് ഏതൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചതും ചുറ്റിയിരിക്കുന്ന വെബ് വലകളൊക്കെ ഉരുകി നശിച്ചു പോവുകയും ചെയ്തു. ആ ഉരുകി ഒഴുകിയ ദ്രാവകമാണ് സ്റ്റെപ്പ് കയറി വരുമ്പോൾ വെന്റിലേറ്റർ വഴി ഒരു പശ പോലെ ഫ്രാങ്കിന് കണ്ടത്. നിങ്ങൾ ബഗ് ബ്രദേഴ്സ് എന്ന കമ്പനിയെ വിളിച്ചത് എന്തിനാ, ഇത് എൻ്റെ ഏരിയയാണ് എന്നൊക്കെ പറഞ്ഞ് ഫ്രാങ്ക് നിൽക്കുമ്പോൾ അകത്ത് ഏതൻ വലയിൽ നിന്നും രക്ഷപ്പെട്ട് പതുക്കെ പിടിച്ച് കയറാൻ നോക്കുമ്പോൾ ദേ മുകളിൽ നിന്നും സ്റ്റിങ് വരുന്നു. രണ്ടാളും പിടിവിട്ട് നേരെ താഴെ വേസ്റ്റ് ബോക്സിലേക്ക് വീണ് കിടക്കുമ്പോൾ സ്റ്റിങ് പതുക്കെ താഴ്ന്നു വരാൻ തുടങ്ങി. ഷാർലറ്റിനാണെങ്കിൽ വീഴ്ചയിൽ തന്നെ ബോധം പോയിരിക്കുകയാണ്. അടുത്ത് എത്തിയപ്പോൾ അവൾ പതുക്കെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ദേ സ്റ്റിങ് അവളുടെ മുകളിൽ നിൽക്കുന്നു. ആ കൊടൂര ഭീകര രൂപം കണ്ടു ഭയന്ന് പേടിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഏതന് മോത്ത് ബോൾ വാട്ടർ കാണുകയും അതെടുത്ത് സ്റ്റിങ്ങിന്റെ ദേഹത്തേക്ക് തെറിപ്പിച്ചു വിടുകയും സ്റ്റിങ് അലറിയടിച്ച് മുകളിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ശേഷം ഷാർലറ്റിനെ പൊക്കിയെടുത്ത് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കണേ അച്ഛാ, ഇതൊക്കെ എൻ്റെ തെറ്റാണ് എന്നവൾ പറയുമ്പോൾ നീ വിഷമിക്കേണ്ട, ഇത് നിന്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല, നമുക്കിതിനെ ഒരുമിച്ച് നിന്ന് നേരിടാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്നും ഫ്രാങ്ക് വീഴുകയാണ്. അവനെ സ്റ്റിങ് വലിച്ചോണ്ട് പോയി ഇട്ടതായിരുന്നു. എന്ത് മയിലാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ പേടിച്ച് വെപ്രാളപ്പെടുമ്പോൾ അത് സ്റ്റിങ് ആണ് എന്ന് ഷാർലറ്റ് പറയുകയാണ്. സ്റ്റിങ്ങോ, അത് നിന്റെ സ്പൈഡർ അല്ലേ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പുറത്ത് കടക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ഒരേ ഒരു മോത്ത് ബോൾ വാട്ടറാണ്. ഫ്രാങ്ക് ഡോർ തുറക്കാൻ പറ്റാതെ കലിപ്പിൽ ഏതൻ്റെ കഴുത്ത് പിടിച്ച് എവിടെയാടാ ഡോർ തുറക്കാനുള്ള കീ എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേക തരം സ്മെല്ല് അടിച്ചതിനാൽ എന്താ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഇത് മോത്ത് ബോൾ വാട്ടറാണ്, ഇതടിച്ചാൽ സ്റ്റിങ് അടുത്തു വരില്ല, അതിൻ്റെ വലയെ നശിപ്പിക്കാൻ ഇതിന് പറ്റും. അത് കേട്ട് കയ്യിലുണ്ടായിരുന്ന ആ ബോട്ടിൽ പിടിച്ചു വാങ്ങി അവനും ദേഹത്തേക്ക് ഒഴിക്കാൻ തുടങ്ങി. എല്ലാം തീർക്കല്ലേ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഭയന്നത് കൊണ്ടാവാം ഫ്രാങ്ക് എല്ലാം ഒഴിച്ച് തീർക്കുന്നതിന് മുന്നേ കുറച്ച് ബാക്കി നിൽക്കെ ആ ബോട്ടിൽ പിടിച്ചു വാങ്ങുകയും ചെയ്തു. അന്നേരം എൻ്റെ കയ്യിൽ നെയിൽ ഗണ്ണുണ്ട്, ഇത് മതി ആ ചിലന്തിയെ കൊല്ലാൻ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ദേ വന്നിരിക്കുന്നു സ്റ്റിങ്. അവിടേക്ക് ഭയന്ന് അലറി പൊട്ടിക്കാൻ തുടങ്ങി. സ്റ്റിങ് ഓരോ ഭാഗത്തേക്കും ചാടി പോകുമ്പോൾ നിർത്താതെ ചറപ്പറാന്ന് പൊട്ടിക്കുമ്പോൾ ഒരെണ്ണം ചെന്ന് കൊണ്ടത് എമർജൻസി ലൈനിലാണ്. സ്റ്റിങ് തൽക്കാലം ഓടിപ്പോവുകയും ചെയ്തു. അന്നേരം നേരത്തെ എമർജൻസി ലൈനിൽ ഇടിച്ചതിനാൽ തീ പിടിച്ചാൽ വെള്ളം വരുന്ന ആ കുന്ത്രാണ്ടത്തിൽ ഇപ്പോൾ വെള്ളം വരാൻ തുടങ്ങി. അവിടെ മൊത്തം മഴ പോലെ വെള്ളം ചീറ്റി എല്ലാവരും നനഞ്ഞു കുളിച്ചു. വീണ്ടും സ്റ്റിങ്ങിൻ്റെ വോയിസ് കേൾക്കാനും തുടങ്ങി. ഷാർലറ്റ് ഉടുപ്പ് മണത്ത് നോക്കുമ്പോഴാണ് അപകടം മനസ്സിലായത്. ദേഹത്ത് നേരത്തെ ഒഴിച്ച മോത്ത് ബോൾ വാട്ടർ എല്ലാം വെള്ളം കൊണ്ട് ഒലിച്ചു പോയിരിക്കുന്നു. അതെ, എല്ലാവരും പെട്ടു. പെട്ടെന്ന് സ്റ്റിങ് വല വീശി ഫ്രാങ്കിനെ വലിച്ചോണ്ട് പോവുകയും അവൻ്റെ തല കടിച്ച് പറിച്ചെടുക്കുകയും ചെയ്തു. അതിനർത്ഥം സ്റ്റിങ് കൂടുതൽ അഗ്രസീവായിട്ടുണ്ടെന്നാണ്. കൊലവറിയിലാണുള്ളത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ച് അവിടെയുള്ള വേസ്റ്റുകൾ പൊടിയാക്കുന്ന മെഷീൻ്റെ ഭാഗത്ത് രണ്ടുപേരും ഒളിച്ചു നിൽക്കുകയാണ്. സ്റ്റിങ് അതുവഴി ഇവരുടെ നേർക്ക് വരുമ്പോൾ വേസ്റ്റ് ബോട്ടിൽ ഒക്കെ പൊടിക്കുന്ന മെഷീൻ്റെ ബട്ടൺ പ്രസ് ചെയ്യണം. അതിൽ കുരുങ്ങി സ്റ്റിങ് ചാവും എന്നാണ് പ്ലാൻ. അങ്ങനെ സ്റ്റിങ് വരാൻ ഭയത്തോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ദേ ഒരു വശത്ത് ഹീദറും കുട്ടിപ്പയ്യനും വലയിൽ കുരുങ്ങി കിടക്കുന്നു. ഉടനെ അവിടെ ചെന്ന് കയ്യിൽ ബാക്കിയുള്ള മോത്ത് ബോൾ വാട്ടർ എടുത്ത് ഒഴിച്ച് അവരെ വലയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു. അന്നേരം ദേ വന്നു നിൽക്കുന്നു സ്റ്റിങ്. അതിൻ്റെ കൊടൂര രൂപം കണ്ട് എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. കൃത്യം പ്രസ്സിംഗ് മെഷീനിൻ്റെ അടിയിൽ എത്തിയപ്പോൾ അതിൻ്റെ ബട്ടണിൽ ഒരൊറ്റ അമർത്തൽ. എന്നാൽ ആ മെഷീൻ തകരാറിലായിരുന്നു. പാളി. ഏതൻ ഒരു ഇലക്ട്രീഷ്യൻ കൂടിയാണല്ലോ, അതിനാൽ കംപ്ലൈന്റ് മനസ്സിലായി. ആ മെഷീന്റെ പ്ലഗ് ഇടയ്ക്കിടയ്ക്ക് ഊരുമായിരുന്നു. ഒരു ഡോർ തുറന്ന് മെഷീനിൽ നിന്നും ഊരിപ്പോയ പ്ലഗ് കുത്താൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഷെർലറ്റ് ആണെങ്കിൽ സ്റ്റിങ് അകത്തേക്ക് വരാതിരിക്കാൻ ഒരു ഇരുമ്പ് പലക വെച്ച് തടുത്തു നിർത്തുകയാണ്. ഏതൻ വയറിലെ പ്ലഗ് കണക്ട് ചെയ്യാൻ കൈ നീട്ടി ട്രൈ ചെയ്യുകയാണ്. ശ്രമിച്ച് കൊണ്ടിരിക്കെ അതിനിടയിൽ അടച്ചു വെച്ച ഇരുമ്പ് പലകയെ സ്റ്റിങ് 2 കഷ്ണങ്ങളാക്കുകയും ചെയ്തു. ഏതൻ
ഏതൻ എങ്ങനെയൊക്കെയോ ആയി പ്ലഗ് മാറ്റി കുത്തിയെങ്കിലും കയ്യിൽ ഗ്ലൗസ് ഇടാത്തതിനാൽ ഷോക്ക് അടിച്ച് തെറിച്ച് വീണ് മയങ്ങിക്കിടക്കുകയാണ്. മെഷീൻ ശരിയായി എന്ന് മനസ്സിലാക്കി ഷാർലറ്റ് മെഷീൻ്റെ ബട്ടൺ ഞെക്കിയതും പ്രസ്സിംഗ് മെഷീൻ ഓണായി അമർന്ന് ഒടുവിൽ കൊടും ഭീകരനായ സ്റ്റിങ് എന്ന രാക്ഷസ ചിലന്തി ഞെരുങ്ങി ചമ്മന്തിയായി മരിച്ച് കാലാപുരിക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഏതന് ഇതുവരെ ബോധം വന്നിട്ടില്ല. അവൻ്റെ കാറ്റും പോയോ എന്ന് നോക്കിയാൽ കൃത്രിമ ശ്വാസം നൽകി ഏതനെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ അവർ ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. എല്ലാം നല്ലതുപോലെ അവസാനിച്ചു എന്ന് കരുതിയാൽ തെറ്റി. സ്റ്റിങ്ങിൻ്റെ ശരീരത്തിൽ ഒരുപാട് മുട്ടകളുണ്ടായിരുന്നു. ഒരു മുട്ട വിരിഞ്ഞ് ദേ വരുന്നു മറ്റൊരു കുട്ടി സ്പൈഡർ എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.